വേറൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ അടുക്കിലേക്ക് സമീപിക്കാതിരിക്കാം. ഇപ്പോൾ അവിഹിതങ്ങൾ ഏറ്റവും കൂടുതൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു ദുനിയാവിൽ നമ്മൾ ജീവിക്കാം. ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ കാരണം സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബം തകരുകയാണെങ്കിൽ അത് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വേറൊരു സ്ത്രീയുടെ കണ്ണീരിന് കാരണം നിങ്ങളായി പോവുക എന്നുള്ളതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. ഭാര്യമാര് മരിച്ചിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള, അവിവാഹിതരായിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ ഇവിടെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരാളുടെ ഇടയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാതിരിക്കുക. അവിടെയുള്ള മക്കളുടെ കണ്ണീരിന് കാരണം നിങ്ങൾ ആവാതിരിക്കുക. ഓരോ ശാപവാക്കുകളും പെയ്തൊഴിയുന്നത് നിങ്ങളുടെ തലയിലേക്ക് ആവാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒരു മിസ്ട്രസ് മാത്രമായിരിക്കും. നിങ്ങൾക്കൊരിക്കലും ഒന്നാമതെത്താൻ പറ്റില്ല. കാരണം അയാളുടെ ഇമേജ്, അയാളുടെ റെസ്പോൺസിബിലിറ്റി, ഈ ലോകം അയാളെ നോക്കിക്കാണുന്നത് എപ്പോഴും അയാളുടെ ഭാര്യയിലൂടെ മാത്രമായിരിക്കും. നിങ്ങളെപ്പോഴും അവരുടെ ഒരു രഹസ്യം മാത്രമാണ്, ഒരു സീക്രട്ട് മാത്രമാണ്, ഒരു മിസ്ട്രസ് മാത്രമാണ്. നിങ്ങൾ അവരുടെ എക്സൈറ്റ്മെന്റ് മാത്രമാണ്, നിങ്ങൾ അവരുടെ ഫ്രീഡം മാത്രമാണ്. അത് എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള എല്ലാ നൂലാമാലകളും അവരിട്ടെറിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് നല്ലൊരു ജീവിതത്തെ നിങ്ങളിങ്ങനെ റൂയിൻ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഒരാളുടെ സ്വാർത്ഥത കാരണം ഒരു കുടുംബങ്ങളും ശിഥിലമാവാതിരിക്കട്ടെ. സോ ചൂസ് വൈസ്ലി, ഓൾവേസ് ആൻഡ് ഓൾവേസ്.